നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ സരയു കൊട്ടേഷൻ സംഘത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവന്മാർ രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് വന്നിട്ട് സരയു പറഞ്ഞു, ഫോട്ടോസൊക്കെ കണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. കണ്ടു മാഡം. അതെ, അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. അവൻ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങിയിരിക്കുക. ഇനിയിപ്പം അതേ ദിവസം കാണത്തില്ല അവൻ ജയിലിലേക്ക് തിരികെ പോകാനായിട്ട്. അതിനുമുമ്പ് തന്നെ കാര്യം നടക്കണമെന്ന് പറയണം. അല്ല മാഡം, അവനിപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാവോ എന്ന് ഒരുത്തൻ ചോദിച്ചു. അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ വേണേ നിങ്ങൾ തപ്പി കണ്ടുപിടിച്ചോണം. അവൻ പുറത്തെവിടെയെങ്കിലും കാണുമെന്ന് പറയണം. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവൻ പുറത്തിറങ്ങിയ ഉടനെ ഏതെങ്കിലും ബൈക്ക് എടുത്ത് കാണുമായിരിക്കും. ബൈക്കേലായിരിക്കും ഇപ്പൊ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ബൈക്കൊക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. അവിടെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് പറയണം. ആ സമയം സാരിയ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പിന്നെ എനിക്ക് പൈസയ്ക്ക് കുറെ ബുദ്ധിമുട്ടുള്ള സമയം, എന്നാലും നിങ്ങൾ പറഞ്ഞ തുകയൊക്കെ ഞാൻ തരാം. ഇത് അഡ്വാൻസ് പിടിച്ചോളാൻ പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തു. ബാക്കി കൃത്യം നിറവേറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അറിയാലോ, അവനെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി പോലും അവശേഷിപ്പിച്ചേക്കരുത്. എങ്ങാനും ഇനി നിങ്ങളെങ്ങാനും പോലീസ് പിടിക്കുവാണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം എൻ്റെ പേര് പറഞ്ഞേരെ. ഞാൻ അവനെ കൊന്നേന്നുള്ള കാര്യം. ജയിലിൽ പോയി കിടക്കാനും എനിക്ക് സമ്മതമാണ്. അപ്പൊ പറഞ്ഞൊന്നും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് സരയു അങ്ങോട്ട് സമാധാനത്തോടെ പോകുവാണ്. അതേ സമയത്ത് കിരണും ബൈജും കൂടെ കാറി പോവാണ്. പെട്ടെന്നാണ് കിരൺ ആ കാഴ്ച കാണുന്നത്. ഒരു ബൈക്കിൽ രണ്ടുപേര് പോകുന്നു. ആ സമയത്ത് കിരൺ ബൈജുവിനോട് പറഞ്ഞു, ഇത് അവന്മാരാന്ന് പറയണം. ആര്? ഇതാ ഗംഗാപ്രസാദിന്റെ കൂടെ ഉള്ളവന്മാരാ. ഇത് അവന്റെ കൂട്ടാളികളാന്ന് പറയണം. പെട്ടെന്ന് തന്നെ കാറ് തിരിച്ചു. അവന്മാരുടെ പിന്നാലെ തന്നെ വിടുവാണ്. ഓണടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞപ്പത്തിനും അതിലൊരുത്തൻ മറ്റോനോട് ചോദിച്ചു, ആരടാ നമ്മുടെ പിന്നാലെ വരുന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് തങ്ങളെ ലക്ഷ്യം വെച്ചാ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിനും അവന്മാർ സ്പീഡ് കൂട്ടിപ്പോയി. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ കിരണം വിടുവോ? കിരണം പിന്നാലെ തന്നെ പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പത്തിനും പിടികൂടുവാണ്. പിന്നാലെ അവന്മാർ ഓടിയെങ്കിലും അവന്മാരെ പിടികൂടി. ഒരുത്തനെ കിട്ടി കിരണ്. കിരൺ അവനെ ഇടിച്ച് ശരിയാക്കുവാണ്. ആ സമയത്ത് മറ്റവൻ എന്ത് ചെയ്തു? മറ്റവൻ അവിടെ നിന്ന് ഓടുവാണ്. അവനും മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാത്തിരുന്ന്. കുറച്ചെണ്ണം അവനും കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതേ സമയത്ത് ഗംഗാപ്രസാദ് റൂമിലുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് വേറൊരു കൂട്ടാളിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു, ഇനിയിപ്പം മുട്ടയും പാലും ഒക്കെ കുടിച്ച് ശരീരം ഒന്ന് പുഷ്ടിപ്പെടണം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇതളിയ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അറിയാലോ. നിന്റെ ഫോട്ടോസുകൾ എല്ലാത്തിടത്തും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ നിന്നെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയൂന്ന് പറയണം. കേക്കാപ്രസാദ് പറഞ്ഞു, അതാ ഒരു പ്രശ്നം. പകൽ വെട്ടത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ നിർവഹിച്ചല്ലേ മതിയാവുള്ളൂ. ഞാനൊരു ദൗത്യമായിട്ട് വന്നതല്ലേ, എനിക്കത് നടത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നടത്തണം. അങ്ങനെയൊക്കെ സംസാരിക്കണ സമയത്ത് ഒരുത്തിന് ഓടി അങ്ങോട്ട് വരുന്നേ. വന്നിട്ട് പറഞ്ഞു, അതെ ഗംഗേട്ട, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളം പറയണേ. എന്താണ് നീ പറഞ്ഞേ? അവനുണ്ടല്ലോ ആ കിരണ്, അവൻ പിന്നാലെ വരുന്നുണ്ട്. മിക്കവാറും ഇങ്ങോട്ടേക്ക് തന്നെ വരൂന്ന് പറയണം. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോളം പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗംഗാപ്രസാദ് ഇറങ്ങി ഓടി. അവന്മാര് ഓടുവാണ്. ആ സമയത്ത് കിരൺ മറ്റവനെ പഞ്ഞിക്കിട്ടു. സത്യം പറയടാ, ഗംഗാപ്രസാദ് എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കില്ല. ഒടുവിൽ കൃത്യസ്ഥലം പറഞ്ഞു കൊടുത്തു. പിന്നീട് കിരണും ബൈജു കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും റൂമിനകത്തുനിന്ന് അവന്മാര് പുറത്ത് കടന്നിട്ടുണ്ടായിരുന്നു. കിരണിന് മനസ്സിലായി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. കിരൺ പെട്ടെന്ന് അവിടെയൊക്കെ സെർച്ച് ചെയ്യണം. അങ്ങനെ അവിടെയൊക്കെ നടന്നു നോക്കുന്ന സമയത്താണ് ഗംഗാപ്രസാദൊക്കെ ഓടുന്ന കാഴ്ച കണ്ടേ. കിരൺ പിന്നാലെ നിന്നു. കിരണും ബൈജുവും പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ ബൈജുവിന് അത്ര പെട്ടെന്ന് ഓടാനൊന്നും പറ്റില്ലോ. അതുകൊണ്ട് ബൈജു ഇച്ചിരി പതുക്കെയാണ് പോകുന്നത്. കിരൺ പക്ഷെ വിട്ടില്ല. കിരൺ പിന്നാലെ ചെല്ലുന്നുണ്ടപ്പത്തേനും ഗംഗാപ്രസാദ് ഓടി ഓടി അവരാ കടൽ തീരത്തിന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. അവിടെ ഇട്ട് കിരണ് ഭവനെ പിടികൂടി. ഗംഗാപ്രസാദിനെ പിടികൂടി നല്ലവണ്ണം തന്നെ ഇടിക്കുന്നുണ്ട്. ഇടികൊണ്ട് അവശനായി പോയി ഗംഗാപ്രസാദ്. ഹെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതയ്ക്കുവാണ്. അപ്പോഴേക്കുമാണ് അവിടുത്തെ കുറച്ച് ആൾക്കാര്, കടൽത്തീരത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഓടി വന്നു. ഓടി വന്നിട്ട് ഇത് എന്താ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കിരണിനെ പിടിച്ചു മാറ്റുവാണ്. കാരണം അവർക്ക് സത്യാവസ്ഥകൾ എന്താണെന്ന് അറിയില്ല. ഗംഗാപ്രസാദ് ആരെ എന്താണെന്നും ആർക്കും അറിയത്തില്ല. അപ്പോഴേക്കും പറഞ്ഞ്, നാണം ഉണ്ടാടാ നിനക്ക്, ഒരുത്തന്നെ ഇമ്മാതിരിട്ട് തല്ലി ചതയ്ക്കാന്. ഗംഗാപ്രസാദ് അവശനായിട്ടുണ്ടായിരുന്നു കിരണിന്റെ കയ്യിൽ നിന്നുള്ള തല്ലു കൊണ്ടിട്ട്. കിരൺ പറഞ്ഞ്, ചേട്ടാ എന്നെ വിട് എന്ന് പറയണം. അവന് ശരിയല്ല, അവന്റെ കൊലയാളി എന്ന് പറയണം. ഒന്ന് പോടാ അവിടുന്ന്, ഇവിടെ വന്നിരുന്ന് ഗുണ്ടായുസം കാണിക്കുന്നു. ആ സമയം ഗംഗാപ്രസാദ് അവിടുന്ന് പതുക്കെ ഓടുവാണ്. ഗംഗാപ്രസാദ് സ്പീഡിൽ നിന്ന് ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവിടെ പോയി മറയുവാണ്. ആ സമയത്ത് ബൈജുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ബൈജു വന്നിട്ട് പറഞ്ഞു, എന്തായി കാര്യങ്ങള്? അവൻ രക്ഷപ്പെട്ടെന്ന് പറയാണ്. രക്ഷപ്പെട്ടെന്നോ? ഈ സമയത്ത് കിരൺ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇവരെന്നെ പിടിച്ചു വെച്ചേക്കുമല്ലായിരുന്നോ? കിരണിനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഗംഗാപ്രസാദെ തല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തൊഴിലാളി എല്ലാവരും കൂടെ. ആ സമയം കിരൺ പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് വിഡിത്തരാ കാണിച്ചേ? അവൻ ഒന്നാന്തരം ഒരു ക്രിമിനലാ. സംശയമുണ്ട്, നിങ്ങൾ ഫോണിനകത്തൊന്ന് അടിച്ചു നോക്കുക, അപ്പോഴറിയാന്ന് പറയണം. പിന്നീട് ബൈജുവിനെ കൂട്ടി കിരൺ അരോടെയൊക്കെ അന്വേഷിക്കുകയാണ്. ആ സമയം തൊഴിലാളി ഒരാൾ മറ്റയാളോട് ചോദിച്ചു, അവൻ പറഞ്ഞൊക്കെ സത്യമായിരിക്കുമോ? ഹേ, അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. ആ പാവം പിടിച്ച ചെറുപ്പക്കാരനെ എത്ര നല്ല
തല്ലിയത്, ഇടിച്ച് ചമ്മന്തി പരുവാക്കില്ലേന്നൊക്കെ ചോദിച്ചു. കിരണും ബൈജുവൊക്കെ അതിലൂടെ നടന്ന് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. അതെ, അവശനായിട്ട് ഒരാൾ ഇവിടെ പോകുന്നുണ്ടോന്ന്. പക്ഷെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യം മനസ്സിലായി, ഗംഗാപ്രസാദ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി അവന് പിടുത്തം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൈ കിട്ടിയതായിരുന്നു, പക്ഷെ കൃത്യസമയത്ത് ആ മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ടുകൊണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിൽ അവനെ ശരിപ്പെടുത്തിയാനും അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയാനും. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണ് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ കാണുവാണ്. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇവിടെ അത്യാസന്ന നിലയിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഡോക്ടർ പറഞ്ഞു, ഇല്ലാന്ന് പറയാണ്. എന്താ കിരൺ, എന്ത് പറ്റി? അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവൻ എൻ്റെ കൈ കിട്ടിയായിരുന്നു. അവന് നല്ലവണ്ണം ഞാൻ ചതച്ചിട്ടുണ്ട്. അവൻ എന്താണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയാ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ പോലീസുകാരെ കൊണ്ട് നിറയില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു, അവനിവിടെ വന്നിട്ടുണ്ട്, അവനെ വെറുതെ വിടുമെന്ന് കരുതിയിട്ടാണോ ഇരിക്കുന്നത്? സാധാരണ ഡോക്ടർമാർ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേങ്കിൽ അവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ, ആ പാമ്പടിച്ച ആ മൂപ്പനോട് ചെയ്തതൊക്കെ, അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് കട്ടക്കലിപ്പാ വരുന്നേ. അവനെ പോലുള്ളവർ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അത്രയ്ക്ക് ക്രിമിനലല്ലേ അവനെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കിരൺ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് പേഷ്യന്റിനോട് ഒരു അനുതാപം ഉണ്ടല്ലോ, എത്ര വലിയ ക്രിമിനലാന്ന് പറഞ്ഞാലും. അത് കിരണേ, അവരുടെ ഭാഗ്യനോട് ചിലപ്പോൾ എങ്ങനെയുള്ളതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവനെ പോലുള്ള ഒരുത്തനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയാണ്. ശരി ഡോക്ടറെ, ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ നേരെ ചന്ദ്രസേനെ കാണാൻ ചെന്നു. ചന്ദ്രസേനെ കണ്ടിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തേന്ന് ചോദിക്കാം. അതെ അമ്മയെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടടാ. അതെന്തു പറ്റി? അതെ, എനിക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ തന്നെ തലവർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവൾക്ക്. പിന്നെ എനിക്ക് വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പോരാത്തിന് ഇപ്പൊ തലയും കൂടെ മുണ്ടനം ചെയ്ത് വെച്ചിരിക്കുക. അതേന്നെ, അതൊക്കെ അവളുടെ വഴിപാടാ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഓരോന്നൊക്കെ ഓർത്ത് ടെൻഷനാവും. ഞാൻ അവളോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവളെ പറഞ്ഞു വിട്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എന്നാലും അച്ഛൻ തനിയെ. എടാ, എനിക്കിവിടെ ആരുടെ ആശ്രയമൊന്നും വേണ്ട. എപ്പോഴും നേഴ്സുമാർ വന്നും പോയിരിക്കുന്നേ. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അറിയാലോ. ഇപ്പൊ ഞാൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കുമല്ലേ. അച്ഛാ, പിന്നെ ഞാൻ വന്നൊരു കാര്യം പറയാൻ വേണ്ടിയാ. ആ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ, അവനെ വീണ്ടും എൻ്റെ കൈ കിട്ടിയായിരുന്നു പറയണം. എന്നിട്ട് എന്തായടാ മോനെ? അവനെ ഞാൻ നല്ലവണ്ണം തല്ലി ചതച്ചു. പക്ഷെ ആ സമയത്ത് കുറച്ച് തൊഴിലാളികൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെന്നെ പിടിച്ചു നിർത്തി. അല്ലായിരുന്നെങ്കിൽ അവനെ തീർത്താനും. പക്ഷെ ആ സമയത്ത് അവനെ രക്ഷപ്പെട്ടെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതറിയത്തില്ല അച്ഛാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്ന് ഇവിടെ എവിടെയെങ്കിലും അവനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ എവിടെയെങ്കിലും ചെന്ന് കയറും. പക്ഷെ അവൻ അത്രയ്ക്ക് വയ്യാന്ന് പറയണം. മോനെ സൂക്ഷിക്കണം ഇനിയെന്ന് പറയണം. കാർത്തികയുടെ കല്യാണമാണ്. അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ, ഞാനിവിടെ നിൽക്കാന്ന് പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പോയിക്കോ. നിന്റെ ആവശ്യം ഇപ്പം വീട്ടിലാ വേണ്ടേ, അറിയാലോ. അവന് ഏത് വിധേയനും ചിലപ്പോൾ എത്ര വയ്യെന്ന് പറഞ്ഞാലും അവിടെ ഒന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ല. ഇനി ഒരു ആപത്തിലും ആർക്കും ഒന്നും വരാൻ പാടില്ല, അറിയാലോ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ അച്ഛാ? അച്ഛനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ തന്നെ കാരണം ആരാ? അവനല്ലേ. അപ്പം അവനെ ഞാൻ ശരിയാക്കും, ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ചന്ദ്രസേൻ ആകെപ്പാട് ടെൻഷനായി. 2ാം തവണയാണ് അവൻ രക്ഷപ്പെട്ട് പോയിരിക്കുന്നത്. ഈ എന്താവും എങ്ങനെയാവും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.